കേരളത്തിൽ എല്ലാവരുടെയും സ്ഥലങ്ങൾ പരിമിതമാണ്. ഒക്കെ തൊട്ട് ഒക്കെ ചെറുകിട കർഷകരാണ്. ഇവർക്ക് ഈ പഴയ രീതിയിൽ ഇപ്പോഴും കൃഷി രീതി നടന്നുകൊണ്ടിരിക്കണം. കൃത്യമായിട്ട് കേൾക്കണം. പഴയ രീതിയിലാണ് പോകുന്നത്. ഞാൻ 1/2 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ ഒരു കൃഷി ഇറക്കണമെങ്കിൽ ആ പച്ചക്കറി എടുക്കണമെങ്കിൽ 3 മാസം വേണം. സാധാരണ ആവറേജ് ഇതാണ് പറയുന്നത്. ആ 3 മാസവും ഞാൻ അവിടെ ചെല്ലണം. പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഞാൻ കണ്ടെടുത്തോളം. അപ്പോൾ ഞാൻ നമ്മുടെ തായ്ലാൻഡും ഒരുപാട് കൃഷിയും അവരും ഈ പോളി ഹൗസും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും എന്താണ് ആധുനിക കൃഷി രീതികൾ അവർ അവലംബിച്ചു വരുന്നു. നമ്മുടെ ഈ കേരളത്തിൽ പോലെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലവും ഞാൻ ഈ ലോകത്തിൽ കണ്ടില്ല. ഈ കാലത്ത് തന്നെ തൂമ്പ എടുത്തുകൊണ്ട് പോയി ഈ പോത്തിനെ അഴിച്ച് ഉഴുത് ഈ കൃഷി രീതി ഒരു സ്ഥലത്തുമില്ല. എല്ലാം മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കി ഗവൺമെൻറ് അതിനു വേണ്ട എല്ലാ പ്രൊജക്റ്റുകളും ചെയ്തു കൊടുത്ത് അതിനുള്ള വിപണികൾ ഉണ്ടാക്കി എല്ലാം ആധുനിക രീതിയിലാണ് ചെയ്യുന്നത്. അവിടെ കൃഷി ഇനി സക്സസ് ആവും. നമുക്ക് കേരളത്തിൽ ഒരിക്കലും കൃഷിക്കാരന് സക്സസ് ആവാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഒന്ന് പ്രകൃതിപരമായ നമ്മുടെ കുറവുകൾ. നമ്മുടെ കയ്യിൽ ഇത്രയും സാധനമുള്ളൂ. എല്ലായിടത്തും വീടും അതും ഇതും വിശാലമായ കൃഷിയിടങ്ങൾ നമുക്കില്ല. കമ്പൈൻഡ് കൃഷി രീതികൾ നടത്താൻ നമുക്ക് സാധിക്കുകയുമില്ല. അപ്പോൾ കേരളത്തിലെ കർഷകൻ എനിക്ക് പറഞ്ഞു നിർത്താനേ ഉള്ളൂ, ഒരിക്കലും രക്ഷപ്പെടില്ല. നിങ്ങൾ എത്ര ചർച്ച ചെയ്യാലും രക്ഷപ്പെടില്ല. എന്ത് കാര്യത്തെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യാലും കർഷകൻ രക്ഷപ്പെടില്ല. അവിടെ കർഷകൻ രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് പാടത്ത് പോയി ഉഴുത് അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ പോയി 500-600 കിട്ടി അന്നത്തെ ആഹാരം കഴിച്ച് പോയി അവൻ ജീവിക്കും. അവനങ്ങനെ ജീവിക്കുന്നത് എന്നും അങ്ങനെ അവൻ ജീവിക്കും. അവന് ഒരു മെച്ചം ഉണ്ടാവില്ല. ഇത് മെച്ചപ്പെടണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അത്ര സമ്പന്നമായിരിക്കണം. എല്ലാത്തിനും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഫസ്റ്റ് തിങ് അതാണ്. ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് എല്ലാവരെയും അതിനു വേണ്ട പ്രോത്സാഹനം കൊടുക്കാനായിട്ടെങ്കിലും. ഇപ്പോൾ ജോസഫ് പറഞ്ഞത് ഞാൻ തള്ളിക്കളയല്ല. അവരവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത്തിരി പച്ചക്കറി അതുകൊണ്ട് എനിക്ക് മാത്രം മതിയോ? എനിക്കിത്തിരി പച്ചക്കറി എൻ്റെ ടെറസിലുണ്ടാക്കിയാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? എനിക്ക് അരി വേണ്ടേ? പാടത്ത് നെല്ല് പതിക്കാൻ പറ്റുമോ മുകളിൽ? എനിക്ക് കാറ് വേണ്ടേ? എനിക്ക് വീട് വേണ്ടേ? ഞാനും മുമ്പ് മനുഷ്യനല്ലേ? നീ മറ്റു ഒരു ഗവൺമെൻറ് ജോലി ചെയ്ത് നാളെ കാറും ഇതായിട്ട് നടക്കുന്നു. ഞാൻ ഈ കൃഷി ചെയ്ത് തിരക്ക് കഞ്ഞിയും കുടിച്ചുകൊണ്ട് നടക്കണോ? എനിക്കില്ലേ ബുദ്ധി, എനിക്കില്ലേ ആഗ്രഹങ്ങൾ? അതെവിടെ നിന്ന് തീർക്കും? അപ്പം ഞാൻ വേറെ രീതി അവലംബിക്കും. ഒന്നുമില്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പോവും. ഞാൻ കാനഡയ്ക്ക് പോവും, UK പോവും, ഓസ്ട്രേലിയക്ക് പോവും. എൻ്റെ മോൻ കാനഡയിലുണ്ട്. അവൻ പറഞ്ഞ ഡാഡി ഇങ്ങോട്ട് വാ, ഞാനിവിടെ ഡാഡിക്ക് ഒരു 50 ഏക്കറാണ് മേടിച്ച് തരാം. ഇവിടെ നന്നായിട്ട് ഡാഡി അവിടെ കഷ്ടപ്പെടണ മാതിരി ഒന്നും കഷ്ടപ്പെടേണ്ട, സർവ്വ ഫെസിലിറ്റിയും ഗവൺമെൻറ് ഇത് ചെയ്തു തരും. സർവ്വ എക്യുപ്മെൻറ്റും ഡാഡി അതിൻ്റെ ആളായിട്ട് നിന്നാൽ മതി. ഡാഡി ആയിരിക്കും അതിൻ്റെ കൃഷിക്കാരൻ. എല്ലാം അവർ ചെയ്തു തരും. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാവും. അവന് 13 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ 6 മാസം കൊണ്ട് അവിടെ സ്വർണം വിളയിച്ചു. ഒരു ബീറ്റ്റൂട്ട് ഇതെത്ര ഉണ്ടാവും? 1-1.5 കിലോ ഒക്കെ ഞാൻ പള്ളിയിലും അവിടെയൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തു. നമുക്കൊരു മനസ്സും വേണം, അതിനുള്ള സൗകര്യങ്ങളും വേണം. സൗകര്യം ഇനി നമ്മൾ ഒറ്റയ്ക്ക് ഓരോരുത്തരും നോക്കിയാൽ നടക്കില്ല. അത് ഗവൺമെൻറ് മുൻകൈ എടുക്കണം. നമ്മുടെ കർഷകരെ ഉദ്ധരിക്കണം. കർഷകരാണ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ല്. നമ്മളെല്ലാവരും പ്രസംഗിക്കില്ലേ? അവരാണ് നമുക്ക് അന്നം തരുന്നത്, അവരാണ് ഈ നാടിൻ്റെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം പോരാ. അവരെ മറ്റ് സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കൊക്കെ സാധിക്കുമോ അവരൊക്കെ മുന്നോട്ട് പോകാം. എന്നാലേ നന്നാവുള്ളൂ. ഇതേ ആശിഞ്ചേട്ടൻ്റെ ഇത്രയും കാലത്തെ അനുഭവവും കൃഷിയും കൂടി പറയുക. ഞാൻ 32 വർഷവും സർവീസ് ചെയ്ത ആളാണ്. സെൻട്രൽ ഗവൺമെൻറ് കൃഷി ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിപ്പോൾ 10-17 വർഷമായിട്ട് ജോസഫ് സാറ് പറഞ്ഞ മാതിരി ഏത് നേരത്തും എൻ്റെ കൃഷി സ്ഥലത്തും റബ്ബറിൻ്റെ അടുത്തും തെങ്ങിൻ്റെ അടുത്തുമായിട്ട് ഞാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ കൃഷിക്കാരനാണ്.
ജനിച്ചപ്പോൾ മുതൽ എൻ്റെ അപ്പം കൃഷിക്കാരനാണ്, ഞാനും കൃഷിക്കാരനാണ്. കൃഷിക്കാരനെന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം തന്നെ, അഭിമാനം. എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഒന്ന് പോയാൽ നമുക്ക് അപ്പോൾ ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ ഞാനും ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഗവികളിലും ഇതിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ പോയിട്ടുണ്ട്. എല്ലായിടത്തും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും നടക്കില്ല. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആസൂത്രിതമായിട്ടല്ല.